ഹായ് കൂട്ടുകാരെ, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മഞ്ഞളിൻ്റെ സോപ്പാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അടുത്തത് ഇനി നമ്മൾ അലോവേരയുടെ സോപ്പാണ് ഉണ്ടാക്കുന്നത്. അലോവേരയുടെ ഒരു 6 സോപ്പാണ് ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് ഓർഡർ കിട്ടിയിട്ടുള്ളതാണ് 6 എണ്ണം ഉണ്ടാക്കാനായിട്ട്. 2 എണ്ണം മഞ്ഞളിൻ്റെയും കൂടി ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് ഞാൻ മഞ്ഞളിൻ്റെ 2 എണ്ണം ഉണ്ടാക്കുന്നത്. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, കാരണം മുമ്പ് നമ്മൾ മഞ്ഞളിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് സെയിം പ്രോസസ്സ് ആയതുകൊണ്ട് ഞാനത് എടുക്കണില്ല. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് സോപ്പ് മോൾഡ് വേണം. 600 ഗ്രാം സോപ്പ് ബേസാണ് എടുക്കേണ്ടത്. ഞാൻ 100 ഗ്രാമിൻ്റെ മോൾഡിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് 6 600 ഗ്രാം സോപ്പ് ബേസ് ഉപയോഗിക്കണം. പിന്നെ അലോവേരയുടെ ജെല്ല് നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് അത് ജ്യൂസാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ റോസ് വാട്ടർ, ഗ്ലിസറിൻ, ഫ്രാഗ്രൻസ് ഓയിൽ, വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ, ഇത്രയാണ് നമുക്ക് വേണ്ട സാധനങ്ങൾ. പിന്നെ ഒരു പാത്രം എടുക്കുക, അതിലേക്ക് ഈ സോപ്പ് ബേസ് ഉണ്ടല്ലോ 600 ഗ്രാം സോപ്പ് ബേസ് എടുത്ത് വെച്ചേക്കുന്നത് നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്നും അതിലേക്ക് മുറിച്ചിടുക. കാരണം അത് നമ്മൾ പെട്ടെന്ന് അതൊന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കഷ്ണമാക്കി ഇടുന്നത്. അപ്പോൾ അതൊന്ന് നമുക്ക് മുറിച്ചിടാം. അപ്പോൾ നമ്മൾ സോപ്പ് ബേസൊക്കെ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ജ്യൂസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അലോവേരയുടെ ജ്യൂസും റോസ് വാട്ടർ, ഗ്ലിസറിൻ, വൈറ്റമിൻ ഇ, ഇത്രയും ജ്യൂസുകളാണ് ഇതിൽ ചേർക്കേണ്ടത്. അപ്പോൾ 600 ഗ്രാം സോപ്പ് ബേസാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ 600 ഗ്രാമിന് 60 മില്ലി ജ്യൂസാണ് അതിലേക്ക് ചേർക്കേണ്ടത്. അതായത് 100 ഗ്രാമിന് 10 ml. അപ്പോൾ 600 ഗ്രാമിന് 60 ml ജ്യൂസാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ നമ്മളൊരു മെഷറിംഗ് കപ്പ് എടുത്തിട്ട് 60 ml ആക്കി അങ്ങ് ഒഴിച്ചാൽ മതി. എൻ്റെ കയ്യിലിപ്പോൾ മെഷറിംഗ് കപ്പ് ഇല്ലാത്തതുകൊണ്ട് ഇതുപോലെ നമ്മൾ കുട്ടികൾക്ക് മരുന്നൊക്കെ കൊടുക്കുന്ന പഴയ അടപ്പുണ്ടാവുമല്ലോ, ആ അടപ്പ് എടുത്താലും മതി. ഇതിപ്പോൾ ഒരു 10 ml ആണ് കേട്ടോ ഇത്. അപ്പോൾ അതിലേക്ക് നമുക്ക് അലോവേരയുടെ ജ്യൂസ് ആദ്യം ഒഴിച്ചു കൊടുക്കാം. ഈ അലോവേരയുടെ ജ്യൂസ് എടുക്കുമ്പോൾ നമ്മൾ അലോവേര പറിച്ചിട്ട് കുറച്ച് നേരം അത് വെക്കണം. അതിലൊരു യെല്ലോ കളർ കറയുണ്ട്, അത് പോയിട്ട് വേണം നമ്മൾ അതിൻ്റെ സൈഡ് ഒന്നും കൂടി മുറിച്ച് കളഞ്ഞിട്ടാണ് നമ്മളിത് അതിൽ നിന്ന് അലോവേര എടുക്കാൻ പോകുള്ളൂ. എന്നിട്ട് അതൊന്ന് ജ്യൂസാക്കി എടുത്തിട്ട് ഇതുപോലെ ഉപയോഗിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഈ കപ്പിലും പോട്ടെ, ഈ മെഷറിംഗ് കപ്പിൽ നമുക്കിപ്പോൾ അത് ഈ പാത്രത്തിലേക്ക് അളന്നൊഴിക്കാം. ഇനി ഇതിലേക്ക് റോസ് വാട്ടർ ഒരു ചെറിയ സ്പൂൺ എടുത്തിട്ട് അതിൽ കുറച്ച് റോസ് വാട്ടർ എടുത്തിട്ട് അതിലേക്ക് ഒഴിക്കുക. അതുപോലെ തന്നെ ഗ്ലിസറിനും ഒഴിക്കുക. പിന്നെ നമുക്ക് 6 സോപ്പാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ വൈറ്റമിൻ ഇൻ്റെ ഒരു 6 ടാബ്ലറ്റും കൂടി ഇതിൽ ചേർക്കുന്നുണ്ട്. അതും കൂടി നമുക്കൊന്ന് പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ അത്രയും സാധനങ്ങൾ നമ്മൾ മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വെക്കുക. അതിലേക്ക് നമ്മൾ സോപ്പ് ബേസ് കട്ട് ചെയ്ത പാത്രം ഇറക്കി വയ്ക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇളക്കി കൊടുക്കണം. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും തന്നെ ഇത് സോപ്പ് ബേസ് മൊത്തം അലിഞ്ഞ് ഇതുപോലെ ആയി കിട്ടും. ഇതുപോലെ ആയി കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ച ജ്യൂസ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി ഇളക്കി എല്ലാം യോജിപ്പിക്കുക. എന്നിട്ട് തീ ഓഫ് ചെയ്തിട്ട് നമ്മുടെ ഫ്രാഗ്രൻസ് ഓയിൽ ഉണ്ടല്ലോ, നമുക്ക് ഏത് സ്മെല്ലാണോ വേണ്ടത് ആ സ്മെല്ലിലുള്ള ഫ്രാഗ്രൻസ് ഓയിൽ ഇടും. അപ്പോൾ അത് ഒരു 2-3 തുള്ളി ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിക്കണമെന്ന് നിർബന്ധമില്ല. ഇപ്പോഴത്തെ ആൾക്കാർക്ക് സ്മെല്ലാണല്ലോ വേണ്ടത് സോപ്പിന്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് അത് ഒഴിച്ചു കൊടുക്കുക. അത് ഒഴിക്കണ്ടെന്നാണെങ്കിൽ അത് ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഒന്നും കൂടി മൊത്തം ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമ്മൾ സോപ്പിൻ്റെ മോൾഡ് എടുത്ത് വയ്ക്കുക, അതിലേക്ക് ഒഴിച്ച് വയ്ക്കുക.
അപ്പോൾ അങ്ങനെ ഒഴിച്ച് വെച്ച് ഒരു 3 മണിക്കൂറിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ ദാ ഇങ്ങനെ ഇരിക്കുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ സെറ്റായിട്ടുണ്ട്. നമ്മൾ സോപ്പ് ഇത് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 മണിക്കൂറിനുള്ളിൽ എന്തായാലും നമുക്ക് സെറ്റായി കിട്ടും. 3 മണിക്കൂർ കഴിഞ്ഞിട്ടും ഇത് സെറ്റായിട്ടില്ലെങ്കിൽ നമ്മളിത് ചെയ്തതിൽ എന്തോ പ്രശ്നം പറ്റിയതുകൊണ്ടാണ് അത് സോപ്പ് കട്ടിയില്ലാണ്ട് കിട്ടുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിത് ഇനി മോൾഡിൽ നിന്ന് ഇതെല്ലാം ഒന്ന് എടുക്കാം.